എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടാ. അപ്പം എനിക്ക് തോന്നി പുറത്തുനിന്ന് കൊടുത്ത് ഞാൻ അപ്പോഴാണെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് അംഗീകൃതമായിട്ടുള്ള ഒരുപാട് പെൺബുദ്ധി പിൻബുദ്ധി അങ്ങനെ ഉണ്ടാ സഹോദരിമാര് ഭർത്താക്കന്മാരെ പിടിച്ചോളി, ഇടക്കൊന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിച്ചോളി, ഇവിടെ ചേഞ്ച് ഉണ്ട് എങ്ങനെ ഉണ്ട് പോലൊന്നും അറിയട്ടെ. അങ്ങനെ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ. പിന്നെ ഇന്നിപ്പോൾ മുത്തും മോനും ഒക്കെ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. എത്ര പറഞ്ഞാലും നമുക്ക് മക്കൾ നമ്മളെടുത്ത് നിന്ന് വിട്ടു പോകുമ്പോൾ ഭയങ്കര ടെൻഷനല്ല. പ്രത്യേകിച്ച് മുത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്. മുത്ത് പെരിയിലുണ്ടാകുമ്പോൾ മോനും ഒക്കെ രസം തന്നെയാണ്. പക്ഷേ മുത്തു ഇപ്പോൾ എന്താ പറയുക, മുത്തു പോകുമ്പോൾ ഭയങ്കര വേദനയാണ്. പോകാതിരിക്കാനും പറ്റില്ലല്ലോ, ജോലിയല്ല. അപ്പോൾ ഓന് പോവുകയാണ് രാത്രി. അപ്പോൾ ഇന്നലെ രാത്രി പോയി. ഭയങ്കര ടെൻഷൻ. രാത്രി എന്താണെന്ന് വെച്ചാൽ രാത്രി വരേക്കും പോണില്ല. 2 ദിവസമായി പോവാ അരച്ചിൽ തുടങ്ങിയിട്ട്. ഇപ്പം ഇന്നലെ രാത്രി 12 മണിക്ക് പോയത് കേട്ടോ. അപ്പോൾ രാത്രി ഒറ്റക്കൊക്കെ വണ്ടി ഓടിച്ചിട്ട് ബൈക്ക് ആയിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമല്ല. നമുക്ക് പകലൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് രാത്രിയാണ്. ഇപ്പം ഇന്ന് 4 മണിക്ക് അവിടെ എത്തിയെന്ന് പറഞ്ഞു. 4 മണിക്കാണ് അവിടെ എത്തിയതെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ്. ഇപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയതും മോനെ കൊണ്ടാക്കാൻ പോയതും ഒക്കെ കൂടി ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ ഭയങ്കര ടെൻഷന്. വരാതിരിക്കുമ്പോൾ നമുക്ക് അത്ര കുഴപ്പമില്ല. വന്ന് കാണാണ് പോകുമ്പോഴേ മക്കൾ വന്ന് കാണുമ്പോൾ മോന് പോകുമ്പോൾ എനിക്ക് അത്ര തോന്നില്ല. മുത്ത് പോയപ്പോൾ ഇപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ കരച്ചിലൊക്കെ വന്ന് ഭയങ്കര ഇന്നലെ നൊലുവലിച്ചൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഏകദേശം ഒറ്റയ്ക്ക് വണ്ടി പോകുമല്ലേ. അപ്പം എനിക്ക് ഉറക്കമൊന്നും വരില്ല. ഇന്നലെ രാത്രി ഒന്നും മര്യാദ ഇടയ്ക്കിടയ്ക്ക് നീച്ചിക്കാണ്ട് ഞാൻ ഫോണിൽ മെസ്സേജ് അയച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിക്കാണ്ട് പുറത്തൊക്കെ നിർത്തുമ്പോഴൊക്കെ ഞാൻ ഇവിടെ എത്തി, ഞാൻ ഇന്നോടത്ത് എത്തിക്കണേ, ഇത്രണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ട് എനിക്ക് വലിയ സമാധാനം ഉണ്ടല്ലോ. ഉറക്കമൊന്നും വരില്ലായിരുന്നു മോൻ അങ്ങനെ പോയപ്പോഴേ ഭയങ്കര ടെൻഷന്. അപ്പോൾ എന്താ പറയുക, ഏതായാലും അൽഹംദുലില്ലാഹ് അള്ളാഹു വയസ്സിന് നേരിട്ട് തെറ്റ നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, നല്ല കുട്ടികളാക്കി തരട്ടെ. അപ്പോൾ ഇതിലിപ്പോൾ അവിടെ എത്തിക്കണ്. ഇപ്പോൾ ജോലി കയറാനായിട്ടുണ്ടാവും 12:30. 12:30ക്ക് ജോലി കയറണം. പിന്നെ മോനെ കൊണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി മോനെ കൊണ്ടാക്കാൻ പോയത്. അപ്പോൾ ആ കുറച്ച് വിവരങ്ങളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ മെയിൻ അതിലൊരു സർപ്രൈസും കൂടി ഉണ്ട്. എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കാണാം. അത് പ്രതീക്ഷിക്കാതെ കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ പോരി വീഡിയോയിലേക്ക്. പിന്നെ വീഡിയോ ആരെയും സ്കിപ്പ് ചെയ്യേണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലേക്കൂടെ അമർത്തുക. എന്നാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഞങ്ങൾ മോനുവിനെ കൊണ്ടുവരാൻ പോയതട്ടെ. എന്നും മോനെ വിളിച്ചുമ്പോൾ പോരില്ല. മുത്തു ഞാനില്ല, ഞങ്ങൾ പൊയ്ക്കോളി നിറച്ചിലാണ്. ഇന്നെന്താണെന്ന് പറയുക, ഇന്നല്ല 2-3 ദിവസമായിട്ട് ഓരോ എവിടേക്ക് പോകുമ്പോഴും കാറിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ തന്നെ ആൾ പോരും. മുമ്പൊന്നും ഓനെ എവിടേക്കും പോകുന്നില്ല. അപ്പം തന്നെ നമുക്കൊരു സന്തോഷമല്ല. നമ്മളെ മക്കളെല്ലാവരും കൂടി നമ്മളെ കൂടെ പോരുമ്പോൾ ഒരു സന്തോഷമല്ല. ഇത് ഒരാളുണ്ടായിക്കാണ്ട് ഒരാളില്ല, അല്ലെങ്കിൽ 3 ആളുണ്ടായിക്കാണ്ട് 4 അതിലൊരാളില്ല ഞാൻ പിന്നെ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെയായാലും മോനെ പോകുമ്പോൾ പൊതുവേ ചായ അടിച്ചിട്ടുണ്ടായിരുന്നു. ചായ അടിക്കുന്നതിന് മുന്നേ പോയതേന്ന്. അപ്പോൾ മോനുവിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ കൊണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണിക്കലില്ല. എന്നാലും ഇന്നിപ്പോൾ മുത്തും 6 ആളും കൂടി ഉണ്ടായതുകൊണ്ട് കാണിച്ചതാട്ടാ. അപ്പോൾ ഞങ്ങൾ ഓരോ ഷവർമ്മ ഓർഡർ ചെയ്ത് അത് ഷവർമ്മ കഴിക്കാനോ ഒന്നിനുമില്ല. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്നൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി വെച്ചാൽ എനിക്ക് ഭയങ്കര ഹാപ്പി. ഇനി ബാവാൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ബാവക്കും സന്തോഷമാണ്. മുത്ത് കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ മൂത്ത മക്കൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ബലമല്ലേ. അപ്പോൾ ഓന് കൂടെ ഉണ്ടാകുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തണ്ടിയിൽ. അപ്പോൾ 6 ആൾ കൂടിയാണ്ട് 6 ആൾ കൂടെ നിർത്ത് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ 6 ആളും കൂടി ഫുഡ് കഴിച്ച ദിവസം മൂന്നാർക്ക് പോയെന്നേറ്റ് ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം പോയതാണ്. പിന്നെ അതിൻ്റെ ശേഷം ഒട്ടുക്ക് പോകുമ്പോൾ ഈ മുത്തു പോരൂല. പിന്നെ ഞങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയി ഇപ്പം ഇങ്ങനെ വന്നതാട്ടാ. അപ്പോൾ പകല് എന്താ പറയുക, മീൻകറി മാത്രമുള്ളൂ, മീൻ കുറവേ. അപ്പം എന്താ ചെയ്തേ, ആ മീനായിട്ടാണ്ട് കൂട്ടാണ്ടാക്കിക്കാണ്ട് കറി വെച്ചിക്കാണ്ട് അതന്നെ കൂട്ടിയത്. പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വരുമ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കണം വന്നിട്ടാ. തിരിച്ച് വരുമ്പോഴേ കുറച്ച് ബാ പറഞ്ഞ് കുറച്ച് ചിക്കൻ വാങ്ങിക്കാണ്ട് പോവാം നമുക്ക്
മുത്തു എല്ലാവരും ഉള്ളതല്ല. അപ്പോൾ എന്താണ് ചിക്കൻ കറി ഉണ്ടാക്കിക്കാണ്ട് ചോറും അതും കൂട്ടാം. ഉച്ചയ്ക്ക് തന്നെ നല്ലപോലെ തിന്നിട്ടില്ലല്ലോ. അപ്പോൾ രാത്രി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എനിക്കൊരു റീൽസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ അവിടെ കൊലയും വെച്ചേന്ന്. അപ്പോൾ ബാവ അവിടുത്തേക്കാണ് കൊണ്ടുപോയിക്കാണ്ട് ചിക്കനാണ് കൊണ്ടുപോയി. ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്താണ് പുറത്തുനിന്ന് കൊടുത്ത് ഞാൻ എനിക്കായിരുന്നു. അപ്പോഴാണെങ്കിൽ ഇതിന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വച്ചേക്കുണ്ട്. പക്ഷേ ഞാൻ വരണ വെച്ച് മുണ്ടിടൊന്നുമില്ല. അപ്പോൾ പോയി നോക്കട്ടെ എന്താ സംഭവം എന്ന്. അവിടെ ഒരാൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അത് കുറേ ദിവസം ബാവ ഉണ്ടാക്കി ചിക്കൻ കറി കൂട്ടിയിട്ട്. അപ്പോൾ അവന്ന് നോക്കട്ടെ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോളി. വാങ്ങിതാ സാധനം ഒറ്റയ്ക്ക് ഉണ്ടാക്കണേ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ വരണാന്ന്. അല്ല നമ്മള് കണ്ടറിയണല്ലത്. കാരണം അവളോട് എഡിറ്റ് ചെയ്യണേ. ഒരുപാട് ക്ഷീണിച്ച് ഒന്നും കഴിച്ചോടില്ലോടെ. ഒരു ഷവർമന്റെ മിനി റോൾ ഇന്ന് വരണം ഞങ്ങള്. അപ്പൊ പിന്നെ എന്താ വെച്ചാലേ പിന്നെ മുത്തു ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ പോവും. ചിലപ്പം അതിന് മൂസന്റെ അളയം വന്നവരെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പം ഇന്നലെ രാത്രി ഇതേമാതിരി പോവാന്ന് ലാസ്റ്റ് നേരത്തെ പോകുമ്പോഴുണ്ട്. അതേമാതിരി ആവെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കണ ചിക്കൻ ഹൈദരാബാദി ചിക്കനാണ്. ഹൈദരാബാദില് നല്ല ജീരകമൊക്കെ ഇടും, ചെറിയ ജീരകമൊക്കെ ഇടും. ഇപ്പൊ എന്തൊക്കെ ഇട്ടതില്ലേ? ഇതിപ്പോ നന്നായിട്ട് ഈ വെളിച്ചെണ്ണ കുറച്ച് നിന്ന് കുറക്കും ഞാൻ. എന്താ വെച്ചാൽ നമ്മള് ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആവാൻ വേണ്ടിട്ട് തോനെ വെളിച്ചെണ്ണ റെഡി ആയി കഴിഞ്ഞാൽ നമ്മള് സ്റ്റേ ചെയ്ത് മാറ്റും. അബായ മാറ്റിട്ട് പോലും ചേട്ടാ. ഞാൻ മാറ്റിട്ട് കണ്ടുവരാം. അപ്പൊ അമ്മായിമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കോട്ടെട്ടാ. അപ്പൊ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടാ. ഞാൻ എന്താ പണിയാ കാണിച്ചു തരാം. അപ്പൊ ഇന്ന് ഹൈദരാബാദി ചിക്കൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഹൈദരാബാദി അല്ല, ആന്ധ്ര സ്റ്റൈലിലുള്ള ചിക്കനാണ്. ആന്ധ്ര. അപ്പൊ ഈ ചിക്കന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതില് ഗരം മസാല ഉപയോഗിക്കൂല. ഓക്കെ. അപ്പൊ ഇതില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചി നന്നായി ചതച്ചത് ഇതിലേക്ക് ഇടാൻ പോലെ ലേശം കറിവേപ്പില പച്ചമുളക് ഇതിലിട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മാള് വരുന്നതിന് മുമ്പ് ഞാൻ ഇതിപ്പോ വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവള് വരുന്നതിന് മുമ്പ് ആയിക്കോട്ടെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവള് വരുമ്പോൾ കറി റെഡിയാക്കിയാണ് ചോറ് വിളമ്പി കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പാടി ഇവിടെ സൗണ്ട് കേട്ടിട്ട് അവള് വന്നതാണ്. സൗണ്ട് അല്ല, സ്മെല്ല് ഇങ്ങനെ വരുന്നേ. സത്യോ നല്ല സ്മെല്ല് ഉണ്ട് കൊലയുമ്പോ. എന്നിട്ട് ഞാൻ വിചാരിച്ചേ അവിടെ പുറത്തുനിന്ന് ഉടനെ വരികയാണ്. എന്നിട്ടാ ഉള്ളി വാട്ടണം വേണോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നി കുഞ്ഞോട് എന്തേ ഉണ്ടാക്കുന്നുണ്ടാവും. ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ നീച്ച്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇളക്കണം വെച്ചേക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇത് നല്ല വീഡിയോ എടുക്കണം എന്നുള്ളത്. എന്നുവെച്ചാൽ ഇത് ഉണ്ടാക്കണമെന്നും ആരും കാണലില്ലല്ലോ, നമ്മൾ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കണ്ട്. അപ്പം അതാ നന്നായിട്ട് വാടി വരുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മസാല ഇടാൻ പോകണേ. ഓക്കെ. മസാല ഇടാൻ പോകും. അപ്പോൾ നമ്മൾ ഒന്നുണ്ടായിട്ട് നമ്മള് മാണുണ്ടാക്കുന്നതിന്റെ ഒരു ശതമാനം ആവൂല. പക്ഷെ നമ്മള് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് വന്നോട്ടെ. കാരണം ഒന്നുമില്ല കൊളായിട്ടുള്ള ടേസ്റ്റ് എങ്കിലും വരുമല്ലോ. മഞ്ഞപ്പൊടി ലേശം ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂടി ശരിയല്ലോ ആ പാത്രത്തിനൊന്നോ. നിങ്ങൾ നമ്മൾ പുതിയ പരിക്ക് മാറുമ്പോൾ നല്ല നല്ല സൂപ്പർ ആൾക്കാളൊക്കെ വാങ്ങട്ടെ. നമുക്ക് മല്ലിപ്പൊടി ആ പാത്രത്തിൽ ഇട്ടിട്ടില്ല. ഇപ്പോഴും ഇടണം വിചാരിച്ചു മറക്കും. മല്ലിപ്പൊടി ഒരു ലേശം ഏറെ വരുന്നതിന് അങ്ങനെണ്ടാ. ആന്ധ്ര ഇങ്ങനത്തെ മല്ലിപ്പൊടിയൊക്കെ ഉണ്ടായിന്. ആന്ധ്രയിൽ നമ്മള് പഠിച്ചതിനേക്കാൾ മല്ലിപ്പൊടി പഠിച്ചില്ലല്ലോ. സാധാ എന്താണ് കുരുമുളക് കൊത്തി ഉണ്ടാക്കണം. അതിലില്ല. എന്താണ് ഗരം മസാല ഇതൊക്കെ ഞാൻ പൊടിച്ച പാത്രത്തിൽ എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളോട് പറഞ്ഞേ ഗരം മസാല അതിൽ ഇടൂല. മലയാളികൾ ഇനി ഈ മസാല ഇതിനോട് നന്നായിട്ട് ചേർന്നിട്ട് ഇതെന്തെങ്കിലും അതുപോലെ നന്നായിട്ട് ചേർന്നിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നില്ല. എല്ലാവർക്കും ഇത് നമ്മൾ നേരെ തക്കാളി ഇട്ടിട്ട്
അപ്പൊ ഇതിന്റെ ഐറ്റംസ് റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ സഹോദരിമാർ ഉണ്ടാക്കരുത്, ഹസ്ബൻഡിനെ കൊണ്ട് ഉണ്ടാക്കിക്കണം, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കണം. ഓക്കെ, എന്നോട് റസീന അറിയണ ആ സാധനം കൊണ്ട് എല്ലാം അടുക്കളയിൽ പണിയെടുപ്പിച്ചു. ആയിക്കോട്ടെ, അതിനിട്ട് നല്ല അടുക്കളയിൽ പണിയെടുപ്പിച്ചു. ഓൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓള് കമന്റ് ഇട്ടിട്ട് നോക്കോണ്ടി. അല്ല, അടുക്കളയിൽ പണിയെടുക്കണല്ലോ, വല്ല പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ അടുക്കള. ഓൾ തന്നെ ചീത്ത അറിഞ്ഞ ഇങ്ങനെ പാവാണ്, അതിനെ കൊണ്ട് നല്ല പണിയെടുപ്പിച്ചു അറിയാണ്ട്. പക്ഷെ കൊറേ ദിവസത്തിന് ശേഷം ഉണ്ടാക്കണ കേട്ടോ ചിക്കന്. കുറച്ച് സമയം നമുക്ക് മൂടി വെക്കാം. ആയിക്കോട്ടെ, ഓക്കെ. 5 മിനിറ്റ് റെസ്റ്റ്. 5 മിനിറ്റ് ആയിക്കോട്ടെ. ഞാൻ പിന്നെ ഒരട്ടം കൂടി പോയി അന്ന് മസാല ഒന്ന് ക്യാമറ ഉണ്ടെന്ന് മസാല ഇപ്പൊ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ നിങ്ങള്, നല്ലൊരു അടിപൊളി മസാല ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായി കഴുകി വെച്ച ചിക്കൻ ഇതെടുക്കാൻ പോണ്. ഒരുപാട് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, തോനുണ്ടെന്ന് ചിക്കന്. അപ്പൊ ഈ ചിക്കൻ നീ തട്ടാൻ പോകണം. ഓക്കെ, എന്നിട്ട് ഈ മസാലയിൽ നമ്മൾ ഒന്നുകൂടി ഇളക്കാം. ഇത് കൂടുതൽ കറി ആയിട്ട് ഉണ്ടാവില്ല, ഗ്രേവി. ഒരു ഗ്രേവി. ചോറ് തേയില, ചോറ് തേയില, ചോറ് ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ട്. നെയ്ച്ചോറ് അത് കൊടുത്തിട്ടാണോ? ഓക്കെ, അപ്പൊ ഇതിൽ ചിക്കൻ പാകത്തിന്റെ ലേശം ആദ്യം ഞാൻ ഉപ്പിട്ടതുകൊണ്ട് കുറച്ച് ഇപ്പം അതിലിട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഇതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, അന്നേരം അരിഞ്ഞ മല്ലിയില കുറച്ച് ഇതിക്ക് ഇപ്പൊ തന്നെ ഇടാൻ പോകുന്നത്. ഓക്കെ, ഒന്നും കൂടി ഇളക്കിയിട്ട് ഉപ്പിട്ടതല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സ്ലോ ഫയറിൽ വെക്കണം. ഇനി സ്ലോ മറ്റേ വറ്റി കൂടുതൽ വറ്റിപ്പോയത് സ്ലോ ഫയറിൽ മൂടി തീ കുറച്ച് വെക്കുക, കുറച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ആയിക്കോട്ടെ. പൊന്നു അവിടെ എന്താ പറയാ നബിദിനപ്പാട്ട് പഠിക്കട്ടാ, ആൾക്ക് മടിയാണ്. പിന്നെ വേറൊരു വിഷയം എന്തെന്ന് വെച്ചാല് എനിക്ക് കുറച്ചൊക്കെ കുക്കിംഗ് അറിയാം. എന്താ വെച്ചാൽ ഞാൻ നല്ല അറിയാം. ചെറുപ്പം മുതല് ഞാൻ ഫസ്റ്റില് 2 രൂപ കൂലിക്കാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 2 രൂപക്ക് ഞങ്ങളുടെ നാട്ടില് വയസ്സമ്പടി എന്ന സ്ഥലത്തൊരു ഹോട്ടലില് ക്ലീൻ ചെയ്യാം. ഇവിടെ നല്ല ക്ലിയർ ഉണ്ട്. അപ്പോ ചെറുപ്പത്തില്, അതായത് മദ്രസിലൊക്കെ പോണ കാലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വയസ്സമ്പടി എന്നറിയാം. അവിടെ ഒരു ഹോട്ടലിൽ 2 രൂപയെന്ന് കൂലി. അന്ന് ഞാൻ ആ പണിയെടുത്തിന്ന്. അന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഹോട്ടലിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 രൂപ കൂലി കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ, അതുപോലെ തന്നെ ആ ഹോട്ടലിൽ ബാലൻസ് ഉള്ള ഫുഡൊക്കെ നമുക്ക് വീട്ടിലേക്ക് പെങ്ങന്മാർക്കും അനിയനക്കും ഉമ്മയൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും. കാരണം ഉപ്പയില്ല, ജ്യേഷ്ഠന്മാരില്ല, ഞങ്ങൾ എത്തിമക്കളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹോട്ടൽ പണി തുടങ്ങിയതാണ് അന്ന് മുതൽ. പിന്നെ ഒരുപാട് അതിന് ശേഷം വെട്ടിച്ചിറ ഒരു ഹോട്ടലിൽ 5 രൂപയ്ക്ക് കയറി. പിന്നെ ഹൈദരാബാദ്, ആന്ധ്ര, മുംബൈ എല്ലായിടത്തും ഹോട്ടൽ പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പോയിട്ട് സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി ഒമാൻ മസ്കറ്റിൽ, അവിടെ സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റിയിൽ കുക്കായിട്ട് അവിടെ പോയത് ക്ലീനിങ് ആയിട്ടാണ് ജോലിക്ക് പോയത്. ക്ലീനിങ് ആയിട്ട് ഞാൻ അവിടെ അസിസ്റ്റന്റ് കുക്കായി, പിന്നെ കുക്കായി, പിന്നെ ഹെഡ് കുക്കായി, പിന്നെ ചീഫായി. ഇത്രയും പേര് എനിക്ക് സർട്ടിഫിക്കറ്റ് അംഗീകൃതമായിട്ടുള്ള ഒരുപാട് പാരിതോഷികങ്ങളെല്ലാം. പക്ഷെ ഇവിടെ അവിടെ നിൽക്കാൻ അയച്ചില്ല. നിങ്ങൾ നാട്ടിൽ നിന്നോളി, നിങ്ങൾ ഇവിടെ നിന്നോളി, നിങ്ങൾ ഇനി പോണ്ട. അങ്ങനെ പറഞ്ഞപ്പോ നമ്മളാരായാലും മുക്കൂലേ, ഞാൻ നിന്ന് പോയി. എല്ലാരും മുഖമൊന്നുമില്ല, എന്താ പറയാ പൊട്ടനായിട്ട് വീണാണ്. ഞാൻ പെട്ട് നിന്നിവിടെ പെൺബുദ്ധി പിൻബുദ്ധി അങ്ങനെ ഉണ്ടാ. എന്നിട്ട് ഇപ്പൊ എന്താ, അപ്പൊ ഞങ്ങള് മോനുവിനെ കൊണ്ടുവരാൻ പോയത് എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായത്. ഏതായാലും ഇങ്ങോട്ട് പറയാനേ, നിങ്ങളാരും പുതിയ തലമുറ അങ്ങനെ പെണ്ണുങ്ങളെ വാക്കും കേട്ട് നാട്ടിൽ നിൽക്കണ്ട കേട്ടോ. അവൻ പോയിങ്ങാണ്ട് അവനെ ഭാഗം സേഫ്റ്റി ആക്കാൻ നോക്കിക്കോളി, അല്ലെങ്കിൽ ഇതേ അവസ്ഥയിലാവട്ടാ. പിന്നെ ഏതാണ് അവസ്ഥ, എന്താ പിന്നെ അവസ്ഥ? അൽഹംദുലില്ലാ ഞാൻ റാഹത്താണ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ബാക്കിൽ കത്തി ഇവിടെ വെച്ചിക്കണേ. അപ്പൊ ഒരു കയ്യില് ഫോണാണ്. അപ്പോ എന്ത് സംഭവം പറഞ്ഞു വരുന്നത് വെച്ചാല്, ലാസ്റ്റ് അവിടെ പോയിട്ട് ഒമാൻ സ്റ്റൈലുള്ള ഫുഡുകളൊക്കെ കുറെ പഠിച്ച്, അറബിക് ഫുഡ് പഠിച്ച്, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റ് എല്ലാം പഠിച്ചവിടുന്ന്. പക്ഷെ ഒന്നും മുന്നോട്ടെത്തിയില്ല. വിധി ഒക്കെ തട്ടിത്തെറിപ്പിച്ച് വീണ്ടും ഡ്രൈവർ പഴയ ജോലി തന്നെ ആയി, ടിപ്പറിൽ തന്നെ ആയി ജോലി. ഓക്കെ, അപ്പം ഏതായാലും ഞാൻ ആന്ധ്ര സ്റ്റൈലിൽ അവിടെ ഒരു അടിപൊളി കറി ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പം മാള് പറയും. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ എല്ലാവരും മക്കളൊക്കെ ഒന്നിച്ചുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് പുറത്ത് പോയപ്പോൾ മോനെ കൊണ്ടാക്കാൻ പോയപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ലൈറ്റായിട്ട് സ്നാക്സ് ചെറുതായിട്ടൊക്കെ കഴിച്ചു. പക്ഷെ നന്നായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്നാണ് കഴിക്കാനുള്ളത്. ഓക്കെ, ബാക്കി വിശേഷങ്ങളപ്പം മാള് പറയും അല്ലേ.
അതൊക്കെ തന്നെ ഉള്ളൂ. അതൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുണ്ട്, ഇപ്പൊ വരാം കേട്ടോ. അപ്പൊ ഞങ്ങള് കൊറേ ദിവസമായിന്ന് 6 ആളും കൂടി ഫുഡ് കഴിക്കാനൊന്നും പുറത്തേക്ക് ഞങ്ങൾ ഒട്ടുക്കും പോക്കണ്ടായിരുന്നില്ല. അപ്പൊ എന്താ പറയാ, മോനെ കൊണ്ടാക്കാൻ പോയപ്പോഴേ ജസ്റ്റ് ഒരു കടയിൽ കയറിയ ഷവർമ്മൊക്കെ കഴിച്ച് അപ്പൊ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒക്കെയാണ് വീഡിയോ കാണുന്ന സഹോദരിമാര് ഭർത്താക്കന്മാരെ പിടിച്ചോളി, ഇടക്കൊന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിച്ചോണ്ടി. ഇവിടെ ചേഞ്ച് ഉണ്ട്, എങ്ങനെ ഉണ്ട് ഓലൊന്നും അറിയട്ടെ. അങ്ങനെ വന്നത് എടി ചോറുളപ്പിക്കാം, അത് പറ്റില്ല. ഇപ്പൊ അങ്ങനെ എല്ലാവരും ഇല്ല, ഇപ്പത്തെ ഈ തലമുറ ഇല്ല. അപ്പൊ എന്നെ പോലെ എല്ലാരും നീറ്റാണ് ഇപ്പൊ അല്ലേ? ഓരോ കല്ലിറ്റങ്ങള് അപ്പൊ ഏതായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കണ്ട് എല്ലാരും ഒന്ന് ഉണ്ടായി കൊടുക്കും. പക്ഷെ ആണുങ്ങൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവിധ സാധനം ഉണ്ടാക്കും. പക്ഷെ എന്റെ നേരെ കത്തിയൂരല്ല. അതിപ്പോ ഗൾഫ് പോയി നിങ്ങൾ പഠിച്ചോണ്ടല്ലേ, നിങ്ങൾ ആ ജോലി ചെയ്തതല്ല, അതുകൊണ്ടാണ്. പിന്നെ ആ ജോലി ചെയ്തോണ്ടാന്നറിയില്ല വീട്ടിൽ എന്നിട്ട് ഉണ്ടാക്കാം. ചെയ്യാത്തോലൊക്കെ നല്ല വീട്ടിലുണ്ടാക്കുന്നുണ്ട്. എല്ലാം ഉണ്ടാക്കണ്ട. അങ്ങനെ ഗൾഫിലൊന്നും പോയി ജോലി ചെയ്യാത്തോല് നാട്ടിൽ നല്ല ഫുഡും കുക്കിങ്ങും ഒക്കെ ഉണ്ടാക്കണ്ടേ? അല്ല, ഫുഡും കുക്കിങ് നല്ല കുക്ക് ചെയ്യുന്നു. പക്ഷെ എല്ലാം ഉണ്ടാക്കി എല്ലാം അറിയുന്ന ആൾക്കാരും ഒന്നും ഉണ്ടാക്കൂല. അതാണ്. അതെ അതെ, അങ്ങനത്തെ അങ്ങനത്തെ അപ്പൊ ഞാൻ ഇവര് വീഡിയോയിൽ പോയി ഫുൾ ടൈം ഞാൻ ഉണ്ടാക്കണേ. പിന്നെ ഇവിടെ പണിക്കാരെ വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും അല്ലേ? ഞാൻ അടുത്ത പണിക്ക് പോകും. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. പോവാൻ നല്ല ആഗ്രഹം ഉണ്ട്, പറഞ്ഞേക്കൂലേ. എന്താ ഈ കറിതാ ബന്ധാ ബന്ധു. ഇത് കണ്ടില്ല നിങ്ങള്? നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത്. ഇപ്പൊ നോക്കാം. ഒരു ചിക്കൻ കറി ഇപ്പൊ ആർക്കാ ഉണ്ടാക്കാൻ അറിയാത്ത? ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് ആന്ധ്രയാണ്. എങ്ങനെയുണ്ട് നോക്കാം. ചൂട് വെറും ടേസ്റ്റ്. പൊറാട്ടയ്ക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, രസമുണ്ട്. ഇനി ഉണ്ടാവും വയ്ക്കും, നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാൻ പോണ്. പൊളിച്ചി ഒരു ലേശം കൂടി മല്ലിയതിന് മേലിട്ടിട്ട് ഓഫ് ചെയ്യാൻ പോണ്. ഇതാ ഒന്ന് കാണിച്ചെടുത്താ മാളോ, പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ പറ്റുന്ന ചിക്കൻ കറി, ആന്ധ്ര ചിക്കൻ കറി. ഇതാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ചിക്കൻ കറി. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ ചിക്കൻ കറി. ഞാൻ ആന്ധ്ര വിജയവാഡയില് ജോലി ചെയ്തുകൊണ്ടാണ്. എന്തൊരു കഷ്ടമാണോ ഈ വിജയവാഡ. അതുകൊണ്ട് ഇവർക്കറിയില്ലോ, അപ്പൊ അതുകൊണ്ടാണ് എനിക്കറിയുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുടെ കമന്റ് ചെയ്താൽ മതി. 21 കൊല്ലായിട്ട് കേൾക്കണ ഓരോ വാക്കുകളാണ്. ഞാനും ആന്ധ്രയിൽ പണി ചേരും, నాకు తెలుసు. ഓക്കെ, അപ്പൊ ആന്ധ്ര చూసు. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ ചിക്കൻ കറി ബാവ ഉണ്ടാക്കിക്കണെന്ന്. അപ്പൊ ഞങ്ങള് വിളമ്പാൻ പോവാണ്. വിളമ്പാണ്. കുട്ടിമോന് ലേശം വെയിറ്റ് ചെയ്താൽ മാങ്ങ ഉണ്ട്. അവൾക്ക് മാങ്ങ മതി. 3 കിലോ മാങ്ങ ഇതിന്റെ വെക്ക്. 3 കിലോ മാങ്ങ വാങ്ങി 100 രൂപക്ക് 3 കിലോ മാങ്ങയുടെ വെക്ക് വാങ്ങിയിട്ടുണ്ട്. അതില് 2-3 ഞാൻ തിന്നുപ്പോ 3 തന്നെ. എന്താണ് ഭക്ഷണൊക്കെ വിളമ്പാട്ട് കേട്ടാ. എനിക്ക് വേണ്ടട്ടാ, എനിക്ക് വേണ്ട. അതെ, കുട്ടിച്ചാത്തനും തിന്നു. എനിക്ക് കുട്ടിച്ചാത്തനും വേണ്ട. അല്ലല്ല, നമ്മള് അടിപൊളി ആന്ധ്ര കറി ഉണ്ടാക്കിന്റെ ചേമ്പൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും. ഇപ്പൊ ആന്ധ്ര കറി, ആന്ധ്രാപ്രദേശിന്റെ കറിയാണല്ലോ ഇത് കേട്ടിക്കണ. ആന്ധ്ര സ്പെഷ്യൽ കറി. എന്താ കേൾക്കാൻ? ആന്ധ്രക്കാർക്ക് എന്താ ഭക്ഷണമൊന്നുമില്ലേ ചേട്ടനേട്ടാ? അപ്പോ മോനും അങ്ങനെ പോയി. പിന്നെ ചോറ് എനിക്ക് വേണ്ട, നിങ്ങളാ ഇട്ട് കാട്ടിന്നാല് അതിന് കുറച്ചുണ്ട് തട്ടിട്ട്. ടേസ്റ്റ് ഒക്കെ മാത്രം മതിക്ക്, വേറെ വേണ്ട. എനിക്ക് ആവശ്യം തന്നെ ഇതിന്ന് പൗതി കട്ടി. എനിക്ക് തതി. ഉണ്ട്. അപ്പൊ മുണ്ടാത്ത കുട്ടിമോനെ പൊന്നുതാ മുത്തുവാ. യൂട്യൂബില് കുട്ടിമോനെ മുണ്ടാത്ത കുട്ടിമോനാണ്. എന്നാ പെരിയിൽ കൊണ്ടുപോവാ ഔട്ട് ചെയ്യാൻ. നമ്മളെ ആന്ധ്രക്കറി എത്തിയിട്ടുണ്ട്. ആന്ധ്രക്കറി എത്തിയിട്ടുണ്ട്. ആന്ധ്രക്കാരൻ പുച്ഛം അല്ല, നിങ്ങൾ ആന്ധ്ര എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞാണ്. ഇപ്പൊ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ പറഞ്ഞത് ആന്ധ്ര സ്റ്റൈൽ കറി ഉണ്ടാക്കിയാ നോക്കുവാ. നിങ്ങൾ നോക്കണം. ആന്ധ്രയിൽ ഫീൽഡിൽ ജോലി ചെയ്തിട്ട്
ഞാൻ പറയും എഡിറ്റിങ്ങിന്റെ മൂസാക്കണോ അപ്പൊ വെള്ളതാ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകണം അൽഹംദുലില്ലാ. പൊന്നു കൈ കഴിക്കണ മാളവാ കൈയ്യാൻ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇജ്ജ് പോവാ വേസ്റ്റിന്റെ അടുത്തേക്ക്. ഞാൻ എനിക്ക് വേണ്ട കഴിയാൻ കൈ കഴിക്കണം. അപ്പൊ കുട്ടിമോ ഇരുന്നോ എല്ലാവരും ഇരുന്നോളി. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ്. ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ തന്നെ നോക്കിയാണ്ട് നല്ലതാന്ന് പറഞ്ഞോളാം കേട്ടോ. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ചോറ് ഒരു കഷ്ണം വെച്ചാളി കുഴപ്പമില്ല, ചെറിയ കഷ്ണം മതിട്ടാ. ആ സോഫ്റ്റുള്ള കഷ്ണം വേണം, ആ ഓരമുള്ള കഷ്ണം ഒന്നും വേടാ. ഇപ്പാന്റെ ഇപ്പൊ എന്തുണ്ടാക്കി ഇവിടെ ഭക്ഷണം നോക്കാം. നോമ്പിന് എന്തുണ്ടാക്കികള് എന്തുണ്ടാക്കി? ഉപ്പ് കുറവുണ്ട്. നോമ്പിന് എന്തുണ്ടാക്കി? ബിരിയാണി ഉണ്ടാക്കി. പിന്നെന്തോ കടിയൊക്കെ ഉണ്ടാക്കി. അത് ഇപ്പൊ അടുത്തൊന്നുമില്ല, ഈ നോമ്പിന് ഉണ്ടാക്കിക്കണ. അതന്നെ പറയണ്ടേ. അപ്പൊ ഞാൻ തന്നെ അതിനെ പറ്റി വിലയിരുത്തേ. പറയരുത്, മുത്തു പറയും. ഉപ്പ് കുറവുണ്ട്. പക്ഷെ ഇത് പൊറാട്ടയ്ക്കുള്ള കറിയുണ്ട് ശരിക്ക്. ഉപ്പ് ശേഷം കുറവുണ്ട്. ഇത് ശരിക്കും പൊറാട്ടയ്ക്കുള്ള കറിയാണ്, മനസ്സിലായ? കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, ബാക്കിയെല്ലാം പക്കയാണ്. അതിന്റെ പൊറാട്ടയ്ക്ക് കറക്റ്റ് ഉപ്പാണ്. ഞാൻ ഇവരെ കൊണ്ട് 10 പൊറോട്ട വാങ്ങിക്കണം എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ ഇവരുണ്ട് വന്ന് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്. എരും പുളിയൊക്കെ നമ്മൾ സാധാ ചോറ്റക്ക് ഒരുവിധം കറികളും ചിക്കന് ബീഫ് ചേർന്നിട്ടില്ല. അപ്പൊ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇപ്പ് പാകം തന്നെയാണ്. ആ പാകം തന്നെ വണ്ടി തന്നെ ലേശം കൊടുത്തോളിന്നാ. എടാ കുട്ടിമോനെ ഒരു സ്പൂൺ ആക്കി കൊടുത്തോളിന്നാ. ഇരുന്നോ അവിടെ ഇരുന്നോ. അടിപൊളി സൂപ്പറായിക്കണം. അപ്പൊ ഇന്റെ തിന്നൽ കഴിഞ്ഞു. പിന്നെ ഇതായിരിക്കും ആന്ധ്ര എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ ഹൈദരാബാദി ആക്കി. ആന്ധ്രനെ അതല്ല ആന്ധ്രനെ നിസ്സാരാക്കില്ല. ആന്ധ്രന്റെ പേരും പറഞ്ഞാണ് നമ്മളിവിടെ ഉണ്ടാക്കണ അതേമാതിരി ചിക്കൻ ഉണ്ടാക്കിക്കണ്. ഓരോ നാട്ടുകാർക്കും അവരെ ഫുഡ് ഉണ്ട്. തമിഴ്നാട്ടുകാർക്ക് അവരുടെ സ്റ്റൈൽ ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കണ അതേ ഫുഡ് തന്നെയാണ് അല്ലേ? വ്യത്യാസം ഉണ്ടാ? നിങ്ങളൊക്കെ സെയിം അല്ലേ വാപ്പി മക്കളോ? സംഭവം അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പൊറാട്ടയും കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റ്. ആയിക്കോട്ടെ, എന്നാ തിന്നോളിപ്പാ. അപ്പൊ ഒരു ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടാ. അപ്പൊ നാളെ നിങ്ങൾ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരണ്ടേ. വീഡിയോ ഒക്കെ ഷെയർ ആയിട്ടാ നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ. അപ്പൊ മുത്തുമണി ഹായ്, എല്ലാവർക്കും ബൈ ബൈ ബൈ.